നമസ്കാരം, വെൽക്കം ടു ഐഷൂസ് ഡാൻസ് സ്റ്റുഡിയോ. ഞാൻ ഐശ്വര്യ ദിലീപ്. ഇന്ന് ക്ലാസ്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഒരു വളരെയധികം എനിക്ക് സന്തോഷപ്പെട്ടൊരു വാർത്ത നിങ്ങളോടുകൂടി ഷെയർ ചെയ്യുവാണ്. ഇന്ന് ഞാൻ ഈ ഉടുത്തേക്കുന്ന സാരി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അമ്പിളി ബാനു ചേച്ചി എനിക്ക് സർപ്രൈസ് ഒരു ഗിഫ്റ്റ് തന്നതാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്നെ ചാനലിനെയും എന്നെയും ഒക്കെ ഒത്തിരി സ്നേഹിക്കുന്നത്, എൻ്റെ സ്റ്റുഡൻസിനെ ആണെങ്കിലും ഒത്തിരി അധികം സ്നേഹം തരുന്നതിന് ഗിഫ്റ്റ് ശരിക്കും എനിക്കൊരു സർപ്രൈസ് ആയിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച് അമ്പിളി ചേച്ചി. പിന്നെ ഇനി ക്ലാസ്സിലെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ വർണ്ണത്തിൻ്റെ ഫസ്റ്റ് ജതിയും അഭിനയവും ചെയ്തു. ഇനി സെക്കൻഡ് ജതിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് സെക്കൻഡ് ജതി ഈ ത്രികാല ജതിയുടെ അത്രയും വരുന്നില്ല, ചെറിയൊരു ജതിയാണ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മളിപ്പോൾ വർണ്ണത്തിൻ്റെ ഫസ്റ്റ് ത്രികാല ജതി, അത് കഴിഞ്ഞ് പല്ലവിയുടെ ഫസ്റ്റ് ലൈൻ, ആ സാഹിത്യം ഒരു സഞ്ചാരിയൊക്കെ ആയിട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വരുന്നത് സെക്കൻഡ് ജതിയാണ്. ഒരു ചെറിയ ജതി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പല്ലവി ഇവിടെ തീർന്നിട്ടില്ല ഫസ്റ്റ് ലൈനിൽ, ഇനി ഒരു ലൈൻ കൂടെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ചെയ്യുന്ന ജതിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, സെക്കൻഡ് ജതി. അത് ത്രികാല ജതിയുടെ അത്ര വരില്ല, ചെറിയൊരു ജതിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ഈ ജതി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാൻ എൻ്റെ സ്റ്റുഡൻറ്റ് ശ്രീകുട്ടിയാണ് ഇവിടെ ഉള്ളത്. ശ്രീകുട്ടി BA ഭരതനാട്യം തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ എല്ലാവരെയും എൻ്റെ ഇതിനു മുമ്പ് ചെയ്ത് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്ന സ്റ്റുഡൻസ് എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ, അനുഗ്രഹിച്ച പോലെ ശ്രീകുട്ടിയെയും സ്വീകരിക്കണം, അനുഗ്രഹിക്കണം. എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. ഫസ്റ്റ് പല്ലവി, ആ ഒരു ചെറിയ സഞ്ചാരിയൊക്കെ കംപ്ലീറ്റായി. ഇനി ആ തട്ടിമെട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് അടിച്ച് പോയിട്ട് അടുത്ത ജതി ചെയ്യാനായിട്ട് ഫ്രണ്ടിലേക്ക് കയറി വരികയാണ്. ധളങ്ക് പറയുമ്പോഴേക്കും നമ്മൾ കയറി വന്നു, ജതി സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ബാക്കിലേക്ക് അടിച്ച് പോകുന്നത് മുതൽ ചെയ്യാം. 3 സ്റ്റാർട്ട്. മായേ മനം കനിന്തരുൾ പുരിവായേ ധളങ്കു തക്കത്തിക്കു തക്കത്തത്തിക്കിട്ടും. ഇതിന് ശേഷം നമ്മൾ സെക്കൻഡ് ജതി സ്റ്റാർട്ട് ചെയ്യുവാണ്. തേഹാ തേഹി അടവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ജതി സ്റ്റാർട്ട് ചെയ്യുന്നത് ത കുത്തണ്ണ കുത്തരേ കുത്തജം ത തജ്ജം തജ്ജം തജം ത തത്ത കുത്തണ്ണ കുത്തരേ കുത്തജം ത തജ്ജം തജ്ജം തജം ത. ഇങ്ങനെയാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ഒരേ ചൊല്ല്, പക്ഷേ അടവുകൾ ഡിഫറെൻ്റ് ആണ് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് സെറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ തേഹാ തേഹി, ഫസ്റ്റ് തേഹാ തേഹിയിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് തേഹാ തേഹി. 2 3 സ്റ്റാർട്ട്. ത കുത്തണ്ണ കുത്തരേ കുത്തജം ത. ഇതിന് ശേഷം അരമണ്ഡലത്തിൽ നമ്മൾ ഉത്പ്ലവൻ അടവ് പഠിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും ജമ്പ് ചെയ്യണം. അത് കൈ വന്നിട്ട് നമ്മൾ കോർവയടവിൻ്റെ ഫസ്റ്റ് കോർവയടവിൻ്റെ ലാസ്റ്റ് തജ്ജം ചെയ്യുന്നുണ്ട്. ആ കൈയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് രണ്ട് സൈഡിലേക്കും ചെയ്യുന്നത് നോക്കാം. റെഡി. 2 3 സ്റ്റാർട്ട്. തജ്ജം തജ്ജം. ദെൻ തദ്ധിത്ത അടവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ തജം ത എന്ന് പറയുമ്പോൾ തദ്ധിത്ത എന്ന് ചെയ്യണം. തദ്ധിത്ത അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ തജ്ജം തജ്ജം കഴിഞ്ഞ് തദ്ധിത്ത എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. റെഡി. തദ്ധിത്ത. 2 3 സ്റ്റാർട്ട്. തജം ത. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് സെറ്റ് ഒന്നുകൂടെ ഒരുമിച്ച് ചെയ്യാം. തേഹാ തേഹിയിലിരുന്ന്. ത കുത്തണ്ണ കുത്തരേ കുത്തജം ത തജ്ജം തജ്ജം തജം ത. യെസ്. ഇതിന് ശേഷം നമ്മൾ തത്ത കുത്തണ്ണ കുത്ത ചെയ്യണം. തേഹാ തേഹി, നമ്മുടെ തേർഡ് തേഹാ തേഹി, നമ്മൾ ഈ ഡൗൺ കോർണറിൽ നിന്ന് നമ്മൾ താഴെ നിന്ന് എടുക്കുന്ന തേഹാ തേഹി ഉണ്ടല്ലോ, അതാണ് ചെയ്യുന്നത് ഇവിടെ. 2 3 സ്റ്റാർട്ട്. തത്ത കുത്തണ്ണ കുത്തരേ കുത്തജം ത. ഇനി നമ്മൾ തജ്ജം തജ്ജം ചെയ്യുന്നത് അരമണ്ഡലത്തിൽ ഓരോ കാലും ബാക്കിൽ കുത്തി തിരിച്ച് അരമണ്ഡലത്തിലേക്ക് കുത്തുകയാണ് ചെയ്യുന്നത്. കൈ വന്നിട്ട് തൃപ്പത്താക്ക നാട്യാരംഭം പൊസിഷനിൽ വെച്ചിട്ട് ഓരോ കൈയും കാല് ബാക്കിൽ നിന്ന് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ കൈയും ചെസ്റ്റിന് ഫ്രണ്ടിൽ നിന്ന് സൈഡിലേക്ക് നമ്മൾ നാട്യാരംഭത്തിലേക്ക് വരുന്നു. എങ്ങനെയും ചെയ്യാം. 2 3 സ്റ്റാർട്ട്. തജ്ജം തജ്ജം തജം ത എന്ന് പറയുമ്പോൾ നമ്മൾ തയ്യി സമത്തിൽ ചെയ്തിട്ട് അരമണ്ഡലത്തിൽ താം ചവിട്ടണം. റെഡി. 2 3 സ്റ്റാർട്ട്. തജം ത. ഇപ്പോൾ നമ്മൾ ചെയ്ത് രണ്ടാമത്തെ സെറ്റ് ഈ തേഹാ തേഹിയിൽ നിന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് ചെയ്യാം. ചെയ്തോളൂ. 2 3 സ്റ്റാർട്ട്. തത്തക്കു
കുത്തണ്ണ കുത്തരെ കുത്തജം ത തജ്ജം തജ്ജം തജം ത. ഇനി നമ്മൾ ഈ അടവിനെന്ന് വെച്ചാൽ ചൊല്ല് കുറഞ്ഞു വരികയാണ്. ത കുത്തണ്ണ കുത്തരെ കുത്തജം ത തത്ത കുത്തണ്ണ കുത്തരെ കുത്തജം ത. അങ്ങനെയാണ്. അവിടെ നമ്മുടെ അടവ് വന്നിട്ട് തെയ്യാ തെയ്യി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ തെയ്യാ തെയ്യി ഡബിളാണ് ചെയ്യുന്നത് ഒരു സൈഡിലേക്ക്. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ചെയ്യൂ. 2 3 സ്റ്റാർട്ട്. ത കുത്തണ്ണ കുത്തരെ കുത്തജം ത തത്ത കുത്തണ്ണ കുത്തരെ കുത്തജം ത. അപ്പോൾ നമ്മൾ ഈ തെയ്യാ തെയ്യി താക്കുത്ത നാക്കുത്ത നമ്മൾ ചെയ്യുന്ന സമയത്ത് തെയ്യാ തെയ്യാ തയ്യി തയ്യി ഇത് നമ്മൾ 2 തവണ ചെയ്തു, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഗെയിൻ നമ്മുടെ ചൊല്ലു കുറഞ്ഞു. താ കുത്തണ്ണ കുത്ത ജം തത്ത കുത്തണ്ണ കുത്ത ജം. ഇവിടെ നമ്മൾ പഠിച്ചേക്കുന്ന താഹത്ത ജം തരി ത, അതാണ് ചെയ്യേണ്ടത്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. എങ്ങനെയെന്ന് നോക്കാം. 3 സ്റ്റാർട്ട്. താ കുത്തണ്ണ കുത്ത ജം തത്ത കുത്തണ്ണ കുത്ത ജം. ഇതിന് ശേഷം എഗെയിൻ ചൊല്ല് കുറയാണ്. ത കുത്ത ജം തത്ത കുത്ത ജം. ഇതിന് നമ്മൾ അരമണ്ഡലത്തിൽ സൈഡിലേക്ക് ജമ്പ് തിരിച്ച് നമ്മുടെ പൊസിഷൻ, നമ്മൾ നിന്ന പൊസിഷനിലേക്ക് അരമണ്ഡലത്തിൽ ജമ്പ് ചെയ്യുക. ദെൻ ഫ്രണ്ട് ജമ്പ്, തിരിച്ച് പൊസിഷനിലേക്ക് ജമ്പ്. അതെങ്ങനെയെന്ന് നോക്കാം. അരമണ്ഡലത്തിൽ ഒരേ സമയത്ത് നമ്മൾ കാല് എടുത്ത് വെച്ചിട്ട് ജമ്പ് ചെയ്യണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജതിസ്വരത്തിലൊക്കെ ആ ജമ്പ്. അതെങ്ങനെയെന്ന് നോക്കാം. കൈ രണ്ടും നമ്മൾ അലപത്നം സൈഡുകളിലേക്കും നീട്ടുന്നു, ഫ്രണ്ടിലേക്കും നീട്ടുന്നു. ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. 2 3 സ്റ്റാർട്ട്. ത കുത്ത ജം തത്ത കുത്ത ജം. ജമ്പ് ചെയ്തു. ഇനി തജം തജം. എഗെയിൻ ചൊല്ല് കുറഞ്ഞു. അത് നമ്മൾ തത്തേ താഹയിലെ ലാസ്റ്റ് ഫസ്റ്റ് തത്തേ താഹയുടെ അവസാനം നമ്മൾ ചെയ്യുന്ന ആ കൈ ഉപയോഗിച്ചിട്ട് 2 സൈഡിലേക്കും ജമ്പ് ചെയ്ത് ഒരു കാല് സൈഡിൽ കുത്തി വെക്കുകയാണ്. എങ്ങനെയെന്ന് നോക്കാം. 2 3 സ്റ്റാർട്ട്. തജം തജം. ദെൻ നമ്മുടെ ഈ അടവ് കഴിഞ്ഞു. ലാസ്റ്റ് തീർമാനടവ് ചെയ്യാണ്. തീർമാനടവ് കിടത്തക്ക് തരകിടത്തും തരകിടത്തും കിടത്തക്ക് തരകിടത്തും തരകിടത്തും കിടത്തക്ക് തരകിടത്തും. ഈ കിടത്തക്ക് തരകിടത്തും നമ്മൾ റൈറ്റ്, തരകിടത്തും ഇസ് ഗ്യാപ്പ്, എഗെയിൻ കിടത്തക്ക് തരകിടത്തും ലെഫ്റ്റ്, എഗെയിൻ തരകിടത്തും ഗ്യാപ്പ്. ദെൻ തേർഡ് ടൈം നമ്മൾ റൈറ്റിൽ ഫിനിഷ് ചെയ്യുന്നു കിടത്തക്ക് തരകിടത്തും. അവിടെ നമ്മുടെ ജതി കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ആ കിടത്തക്ക് തരകിടത്തും എങ്ങനെയെന്ന് നോക്കാം. 3 സ്റ്റാർട്ട്. കിടത്തക്ക് തരകിടത്തും തരകിടത്തും കിടത്തക്ക് തരകിടത്തും തരകിടത്തും കിടത്തക്ക് തരകിടത്തും. അപ്പോൾ നമ്മൾ കിടത്തക്ക് തരക്കിടത്തോമിൽ നമ്മുടെ തീർമാനടവിൽ ഈ ജതി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഒരു ജതിക്ക് ഒരു പാറ്റേൺ ഉണ്ട് അല്ലേ? അതിൽ ചൊല്ലുകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ കൂടി കൂടി വരുന്നു, അങ്ങനെ പല രീതിയിലുണ്ട്, കണക്കുകളുണ്ട്. അപ്പോൾ ഈ ജതീസിനെല്ലാം നമുക്ക് കണക്കുകൾ താളം വെച്ചിട്ട് തന്നെ നോക്കാം. പേടിക്കേണ്ട, ഇതെങ്ങനെയാണ് ജതി എന്നൊക്കെ ഉള്ളത് നമ്മൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ജതിയുടെ നമ്മളെല്ലാം റൈറ്റ് ലെഫ്റ്റ് റിപ്പീറ്റ് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ഒരു ചൊല്ല്, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ത കുത്തണ കുത്തരെ കുത്തജം ത തജ്ജം തജ്ജം തജം ത, അത് 2 തവണയുണ്ട്. അടുത്തത് അത് എഗെയിൻ അതിൻ്റെ 2 അക്ഷരം കുറഞ്ഞിട്ട് നമ്മൾ അടുത്തത് ചെയ്യുമ്പോഴും റൈറ്റ് ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് തീർമാനത്തിൽ നമ്മൾ തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിനെ ഒന്ന് ഫസ്റ്റ് നമ്മൾ ആ ചെയ്ത 2 സെക്ഷനും അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്ത് ആ തീർമാനത്തിൽ തീർക്കുന്ന പോർഷനും ജസ്റ്റ് ഒന്ന് എങ്ങനെയെന്ന് നോക്കാം. ആദ്യത്തെ 2 തെഹി ആ സെറ്റ് ഒരുമിച്ച് ചെയ്യാം. 2 3 സ്റ്റാർട്ട്. ത കുത്തണ്ണ കുത്തരെ കുത്തജം ത തജ്ജം തജ്ജം തജം ത തത്ത കുത്തണ്ണ കുത്തരെ കുത്തജം ത തജ്ജം തജ്ജം തജം ത ത. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഫസ്റ്റ് 2 സെറ്റും മനസ്സിലായി. ഇനി ബാക്കി നമ്മൾ തെയ്യാ തെയ്യിൽ ഇരുന്നിട്ട് കിടത്തക്ക് തരകിടത്തവും വരയ്ക്കും ഒന്ന് ബാക്കി ചെയ്യാം. 3 സ്റ്റാർട്ട്. ത കുത്തണ്ണ കുത്തരെ കുത്തജം ത തത്ത കുത്തണ്ണ കുത്തരെ കുത്തജം ത ത കുത്തണ്ണ കുത്തജം തത്ത കുത്തണ്ണ കുത്തജം ത കുത്തജം തത്ത കുത്തജം തജം തജം കിടത്തക്ക് തരകിടത്തവും തരകിടത്തവും കിടത്തക്ക് തരകിടത്തവും തരകിടത്തവും കിടത്തക്ക് തരകിടത്തവും. ഈ ജതി കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? അറുതി ചെയ്യും. അപ്പോൾ അറുതി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആ സെയിം അറുതി ഇവിടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. അതെങ്ങനെയെന്ന് നോക്കാം. 3 സ്റ്റാർട്ട്. തക്ക് തക്കിട്ട ധിതി തൈ തൈ ധിതി തൈ ധിതി തൈ തജം 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 തക്ക ധിമ്മി. അവിടെ നമ്മൾ സ്ലോലി തക്കതിമി വെയിറ്റ് ചെയ്തിട്ട് അടുത്ത തക്കതിമിക്ക് സ്ലോലി കൈ കറക്കണം. ഓക്കെ, കൈ പിടിക്കൂ. 2 3 തക്കതിമി വെയിറ്റ് ചെയ്യുക. ക ധിമ്മി ത ക ജണ്ണു ത വന്നു. ഇനി നമ്മൾ ബാക്കിലേക്ക് പോകുന്നു.
സെക്കൻഡ് അഭിനയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് അടുത്ത പോർഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജതി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ജതി വളരെ സിമ്പിളാണ്. എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് 2 തവണ. ലാസ്റ്റ് തീർമാന അടവിൽ തീർക്കുന്നു. ആ അടവുകളൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള അടവൂസ് തന്നെയാണ്. ഇതിപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കാം, ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇപ്പോൾ എടുത്ത ഈ പോർഷൻസൊക്കെ നിങ്ങൾ പഠിച്ച് വയ്ക്കുക. ലാസ്റ്റ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് പോലെ ഫുൾ വീഡിയോ ഇടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പോർഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് വയ്ക്കാം. ലാസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. മറ്റൊരു എപ്പിസോഡിൽ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.